ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിഷമത്തോടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന വിഷ്ണുവിനെയാണ്. അതേസമയം വിഷ്ണുവിനെ നോക്കി ആകെ വിഷമത്തോടെ ഇരിക്കുകയാണ് രാഘവൻ നായർ. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീയാണ്. നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശാലിനിയാണ് കാണിക്കുന്നത്. ഇത് കാണുന്ന ശാരദമ്മ തൻ്റെ മകളുടെ നല്ല ജീവിതത്തിനു വേണ്ടി പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന മധുശ്രീയെയാണ്. എന്താണെങ്കിലും ആ കാർത്തികയുടെ പിന്നില് എന്തോ ഒരു വലിയ രഹസ്യം തന്നെയുണ്ട്. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അവള് ആശ്രമത്തിലാണ് താമസിച്ചത് എന്നൊക്കെ പറഞ്ഞത് എന്താണെങ്കിലും കള്ളം തന്നെയാ. ഈ മധുശ്രീയോട് അവരുടെ കളിയൊന്നും നടക്കില്ലെന്നും മധുശ്രീ മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരാള് തന്റെ ഫോണും പിടിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കുന്നതാണ്. പെട്ടെന്ന് മധുശ്രീ അയാളെ ചെന്ന് ഇടിക്കുകയാണ്. അയാള് ഇടികൊണ്ട് തെറിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ മധുശ്രീ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. കുറെ നേരം തട്ടി വിളിച്ചതിന് ശേഷം അയാൾക്ക് ബോധം വരികയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, മേഡം പൊക്കോ, എൻ്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ എടുത്ത് ലോക്ക് മാറ്റുകയാണ്. അയാളുടെ ഫോണില് കാർത്തികയുടെ ഫോട്ടോ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മധുശ്രീ. അല്ല, ഇയാൾ ആരാ, എവിടുന്നാ വരുന്നത് എന്നൊക്കെ മധുശ്രീ ചോദിക്കുമ്പോ മേഡം, ഞാൻ അത്ര കുഴപ്പക്കാരനൊന്നുമല്ലെന്ന് അയാൾ പറയുന്നു. തന്നെ കണ്ടപ്പോ ഒരു പാവമാന്ന് തോന്നി, അതാ ചോദിച്ചതെന്ന് മധുശ്രീ പറയുമ്പോ അയാൾ പറയുകയാണ്, മേഡം, എൻ്റെ പേര് ജയശങ്കർ എന്നാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വിവാഹമായിരുന്നു. പക്ഷേ വിവാഹത്തിൻ്റെ മുഹൂർത്ത സമയത്ത് പെൺകുട്ടി ആരോടും പറയാതെ എങ്ങോട്ടേക്കോ ഇറങ്ങിപ്പോയി. അതിൽ എൻ്റെ അച്ഛനും വീട്ടുകാർക്കുമൊക്കെ വലിയ നാണക്കേടും വിഷമവും ഉണ്ടായി. എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ആ പെൺകുട്ടിയെ തേടി ഇറങ്ങിയതാണ്. അവളുടെ പേര് കാർത്തിക എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തികയുടെ ഫോട്ടോ മധുശ്രീക്ക് കാണിച്ചു കൊടുക്കുകയാണ് ജയശങ്കർ. അല്ല, ആ കുട്ടി ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് മധുശ്രീ ചോദിക്കുമ്പോൾ അവള് ഇവിടുത്തെ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന വീഡിയോ ഞാൻ കണ്ടെന്ന് ജയശങ്കർ പറയുന്നു. അവൾ ഏത് വിധേനയും ഇവിടെ നിന്ന് കണ്ടെത്തിയതിനു ശേഷം എനിക്ക് നാട്ടിൽ കൊണ്ടുപോകണം. എല്ലാവരുടെയും മുമ്പിൽ നിർത്തി അവൾ എന്തിനാ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയതെന്ന് എനിക്ക് ചോദിക്കണം. എന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ എന്ന് ജയശങ്കർ ദേഷ്യത്തോടെ പറയുമ്പോൾ നല്ലൊരു ഇരയെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് മധുശ്രീ. എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകണം മേഡം, സമയമില്ലെന്ന് പറഞ്ഞ് ജയശങ്കർ പോകാനൊരുങ്ങുമ്പോൾ ജയശങ്കറിൻ്റെ കയ്യിൽ നിന്നും ഫോൺ നമ്പർ വാങ്ങുകയാണ് മധുശ്രീ. അങ്ങനെ ജയശങ്കർ അവിടെ നിന്ന് പോയതിനു ശേഷം മധുശ്രീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഈ കാര്യം പറയാനിപ്പോൾ ഇവിടെ ആരുമില്ലാതായി പോയല്ലോ. എടി കാർത്തികേ, നീ അറിയാത്ത മധുശ്രീയുടെ വലയിൽ നീ തന്നെ വന്ന് വീണു. എനിക്ക് സന്തോഷമായെന്നും മധുശ്രീ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കാർത്തികയാണ്. അതേസമയം തന്നെയാണ് ശാലിനിയും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ശാലിനിയും കാർത്തികയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. കാർത്തിക പോകാനൊരുങ്ങുമ്പോൾ കാർത്തികയെ പിടിച്ചു നിർത്തി ശാലിനി ചോദിക്കുകയാണ്, നിങ്ങളുടെ വിവാഹം എങ്ങനെ നടന്നെന്ന് എനിക്കറിയണം. എനിക്കൊന്നും പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് കാർത്തിക പോകാനൊരുങ്ങുമ്പോൾ ശാലിനി പറയുകയാണ്, 6 വർഷമായി എൻ്റെ വിഷ്ണുവേട്ടന് വേണ്ടി കാത്തിരുന്നതാ ഞാൻ. ആ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്കാ ഇപ്പോ നീ വന്നിരിക്കുന്നത്. നിനക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയണമല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ തന്നെ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങാൻ ഞാനും തയ്യാറാണ് എന്നൊക്കെ ശാലിനി പറയുമ്പോൾ കാർത്തിക മനസ്സിൽ പറയുകയാണ്, ഇവര് കളക്ടറല്ലേ, ഇവര് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് സുരക്ഷിതമായൊരു സ്ഥലത്ത് താമസിക്കാകും. കൂടാതെ ഇവർ വിചാരിച്ചാൽ പോലീസ് പ്രൊട്ടക്ഷനും കിട്ടും. കാര്യങ്ങളെല്ലാം ഇവരോട് തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് കാർത്തിക. അതേസമയം കാർത്തികയെ അന്വേഷിച്ച് ജയശങ്കർ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു. തുടർന്ന് കാർത്തിക ശാലിനിയോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സത്യങ്ങളെല്ലാം പറയാം. ഞാൻ എൻ്റെ മനസ്സ് തുറക്കുന്നത് പോലെ ശാലിനിയും എന്നോട് മനസ്സ് തുറക്കണം. നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യം മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. വിഷ്ണുവേട്ടൻ പോലും അറിയരുത്. ഇത് കേൾക്കുന്ന ശാലിനി കാർത്തികയ്ക്ക് സത്യം ചെയ്തു കൊടുക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ജയശങ്കർ കാർത്തികയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.